തുടങ്ങിയിട്ടുണ്ട്. ഇത് എഴുതി കഴിഞ്ഞപ്പോ ആ ഒരു ഇത് ചെറിയ എന്തായാലും അത്യാവശ്യം നല്ലൊരു ബിഗ് സ്കോപ്പ് ഉള്ള ഒരു പാട്ടാണെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. സ്പോട്ടിഫൈ നോക്കുമ്പോ ഇങ്ങനെ നിന്റെ പക്ഷെ ഞാൻ പാടാം, എന്റെ പക്ഷെ നീ പാടും. അങ്ങനെ മൊത്തത്തിൽ പോകും. ലോകം മുഴുവൻ ഫിഫ വേൾഡ് കപ്പ് വൈബിലാണ്. എന്നാൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നാൽ ഫിഫയേക്കാൾ വെല്ലുന്ന മറ്റൊരു ഐറ്റം ദാ ഇവിടെയുണ്ട്. കാൺട്ട് സ്റ്റോപ്പ് ദിസ് ഫീലിംഗ്. കേരളത്തിലിരുന്ന് പാടി ഇന്ന് ലോകമെമ്പാടുമുള്ള ഫിഫ ആരാധകർ ഏറ്റെടുത്ത ആ പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ച യുവ പ്രതിഭകളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അനാമിക മണി ആൻഡ് എവിൻ ജോസഫ്, വെൽക്കം ടു ദി ഷോ. എന്താണ് ഇപ്പം ആക്ച്വലി തോന്നുന്നത്? നിങ്ങളുടെ പാട്ടൊരു വെറുതെ ഇങ്ങനെ പാടുന്നു, അത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുന്നു, അടുത്ത പീക്കിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഏറ്റെടുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് കാൺട്ട് സ്റ്റോപ്പ് ദിസ് ഫീലിംഗ്, അതാണ് കാൺട്ട് സ്റ്റോപ്പ് ദിസ് ഫീലിംഗ്, കാൺട്ട് സ്റ്റോപ്പ് ദ റൺ, ആ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു വീഡിയോ തന്നെ ഇപ്പൊ മില്യന്റെ അടുത്തോളം നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടി, ഒരുപാട് ആൾക്കാർ റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് താഴെ ഒരുപാട് ആളുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് ഫിഫ വേൾഡ് കപ്പില് അതുപോലെ തന്നെ കേരളം ഫുട്ബോൾ അസോസിയേഷനെയും ഒക്കെ മുൻനിർത്തിയിട്ട് നിങ്ങളുടെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫുൾ സപ്പോർട്ട് ആ ഒരു കമന്റ് ബോക്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതെ അതെ, അത്ഭുതമാണ് ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ട് എല്ലാവരുടെ അടുത്തുനിന്ന് കിട്ടിയാല്. ശരിക്കും ഈ ഒരു പാട്ട് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിരുന്നോ ഇത് ഇത്രയും ഭയങ്കര വൈബാകും, അല്ലെങ്കിൽ ഇത്രയും ഒരു ഹിറ്റ് അടിക്കാനുള്ള ഒരു സാധ്യതകള് കണ്ടായിരുന്നോ? ഇത് എഴുതി കഴിഞ്ഞപ്പോ ആ ഒരു ഇത് ചെറിയ എന്തായാലും അത്യാവശ്യം നല്ലൊരു ബിഗ് സ്കോപ്പ് ഉള്ള ഒരു പാട്ടാണെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ ഒരു തീമിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത്? ആദ്യം അനാമിക എനിക്ക് DM ചെയ്തു ഇങ്ങനെ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ സോങ് ചെയ്താലോ എന്ന്. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ ഐഡിയ ഉള്ളതാണ്. ഇതിന്റെ ഫ്രണ്ട് VY വൈഷ്ണവ് അയർലൻഡിലാണ് ആക്ച്വലി, അവനാണ് എൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ്റെ ഒരു ബീറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നു, ഒരു ആന്തം പോലെ, സോങ് എന്നുള്ളതിലുപരി ഒരു ആന്തം പോലെ സോങ് അതിന് ബീറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നപ്പോൾ എനിക്കൊരു നല്ലൊരു ഐഡിയ ഒന്ന് മേലടിക്കുക. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. അനാമിയുടെ വേഴ്സ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു പാട്ടാകണമെന്നുണ്ടായി. പിന്നെ അതിൻ്റെ ഒരു ഞാനൊരു ചെറിയ റാപ്പ് എൻ്റെ ഒരു പോർഷൻ വെച്ചിട്ട് ഒരു ഫുൾ സോങ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു ദിവസം 2 ദിവസത്തിനുള്ളിൽ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ എത്ര ഒരു വീക്ക് കാലയളവിൽ തന്നെ പെട്ടെന്ന് തന്നെ റെക്കോർഡും ചെയ്തു. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് റെക്കോർഡിങ്ങിലാണ്. പെട്ടെന്ന് അപ്പൊ ഇതിനു മുന്നേ നിങ്ങള് കണ്ടിട്ടില്ല, ഒരു കണക്ഷൻ ഇല്ല, പാട്ടിന്റെ വഴി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും റാപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു സിമിലാരിറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൂ, അല്ലാതെ ഞങ്ങളങ്ങനെ കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഒന്നുമില്ല. പിന്നെ റെക്കോർഡിങ്ങിന് കണ്ടു, അതിനുശേഷം ഇപ്പൊ ഇറങ്ങിയതിനു ശേഷം ഒരു 4 തവണ കണ്ടു. അത്രേ ഉള്ളൂ. ഞങ്ങളെ ഒരു പ്രൊഫഷണൽ കണക്ഷനാണ് ഞങ്ങള്. ഇപ്പോ നോർമലി നമ്മളെ റാപ്പ് സോങ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള, എന്താ പറയാ, ഒന്നെങ്കിലും ഒരു വിഷയത്തിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഉണ്ടാവുക. പക്ഷെ ഫിഫയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു റാപ്പ് സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ, അത് നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തൊരു സോങ് എന്നായിരുന്നു എല്ലായിടത്തും. അതാണ് ഒരു പിച്ച് ചെയ്യാനുള്ള ഐഡിയ ഒക്കെ വന്നത്. അപ്പൊ ഇതൊക്കെ ഓക്കെ, കേരളത്തിൽ നിന്ന് ഒരു റാപ്പ് സോങ്, നമ്മുടെ മലയാളികൾ എല്ലാവരും നെഞ്ചിലേറ്റാൻ പറ്റാവുന്ന ഒരു, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു രാജ്യം പോലെയാണ് ഫുട്ബോളിന്റെ കാര്യത്തിൽ. അപ്പൊ അതിന്റെ ഒരു ഫുട്ബോളിനുള്ള ഡെഡിക്കേഷൻ ആണ് ഈ സോങ്. അനാമികയാണോ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്? ഐഡിയ ഞാൻ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ കൊമേഴ്ഷ്യൽ ടൈപ്പ് ചെയ്യാത്തതാണ്. അപ്പൊ പൊതുവെ അനാമിക ഈ ഐഡിയ നമുക്ക് ചെയ്താലോ എന്നുള്ള ഇത് പറഞ്ഞു, അതിന്റെ ക്രെഡിറ്റ് ഫുൾ അനാമിക. ഇത് ഫുൾ ഓഫ് ചെയ്താലും വലിയ കാര്യം, കാരണം ഇത് ആമേച്ചർ ആയിട്ട് ഫസ്റ്റ് ടൈം റെക്കോർഡിംഗ് ആണ്, ഫസ്റ്റ് ടൈം അല്ല. അപ്പൊ അവള് ആദ്യമായിട്ട് വന്നിട്ട് ഫസ്റ്റ് ടൈം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടിച്ചാണ് ഞാൻ പാട്ട് പാടി ചെയ്തിട്ടുണ്ട്. അതെ അതെ, നമുക്ക് കണ്ടായിരുന്നു ഒരുപാട് പാട്ടുകൾ. ഇതിനു മുമ്പിൽ വേറെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നില്ലേ? അല്ലാതെ കവർ ആണെങ്കിൽ പോലും ഇവള് റെക്കോർഡ് ചെയ്താല് ഫസ്റ്റ് ടേക്ക് കേൾക്കുന്നതാണ് നിങ്ങൾ ഈ പാട്ട് കേൾക്കുന്നത്. ഒറ്റ ടേക്ക് സ്റ്റുഡിയോയില് കയറി ഫസ്റ്റ് ടേക്കർ ഉള്ളതാണ് ഇപ്പൊ പാട്ടിൽ കേൾക്കണേ. 2-3 ടേക്ക് ഒന്നും പോയിട്ടില്ല റെക്കോർഡിങ്ങില്. കവറുകൾ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ നമ്മളത് ക്യാമറയുടെ ഇപ്പൊ ഫോൺ ജസ്റ്റ് ഒരു സ്ഥലത്ത് വെക്കുക, നമ്മൾ ആ ഫോണിൽ നോക്കി പാടുക, അങ്ങനെയല്ലേ. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും നമ്മൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ചെന്ന് നമ്മളെ ഹെഡ്സെറ്റൊക്കെ വെച്ചാൽ മൈക്കിന്റെ ഫ്രണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് പിന്നെ അത് എഡിറ്റ് ചെയ്ത്, അതുപോലെ സ്പോട്ടിഫൈ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്
പിന്നെ അങ്ങനെ മ്യൂസിക് പ്ലാറ്റ്ഫോം എല്ലായിടത്തും ഇത് നമ്മുടെ ഒരു പാട്ട് കേൾക്കാന്ന് പറയുന്നത് അതൊരു വലിയ കാര്യല്ലേ. അത് ഞാനൊരു ആദ്യത്തെ ആർട്ടിസ്റ്റ്, എന്റെ ആദ്യത്തെ സോങ് അല്ലേ, അതിൻ്റെതായ എക്സൈറ്റ്മെന്റ്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം അതിന്റെ ഒരു വീഡിയോ സോങ്ങിന്റെ ഒരു ടോക്സ് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഇറക്കണമെന്നാണ് ആദ്യത്തെ ആഗ്രഹം. നമുക്ക് അങ്ങനെ ഒരുപാട് പേര് തെരഞ്ഞെടുത്ത് കിട്ടാത്തോണ്ടുള്ള അവസ്ഥയിൽ വന്നപ്പോഴാണ് നമുക്ക് തന്നെ ചെറിയൊരു സ്ഥിരം പ്രൊമോഷൻ രീതി റീലിൽ നമ്മൾ തന്നെ ഒരു വീഡിയോ ഒരു ഓൺ വീഡിയോ ഇട്ടിട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതെല്ലാരും ഏറ്റെടുത്ത സമയത്ത് ഒരു പ്രൊഡക്ഷൻ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, ഓൾറെഡി നടക്കും. അടുത്ത് തന്നെ എല്ലാരും വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം എങ്ങനെ ഈ റാപ്പർ ഫീൽഡിലേക്ക് എങ്ങനെയാ വന്നത്? അതിനെ കുറിച്ചിട്ടൊരു നിങ്ങളുടെ ഒരു ബിഹൈൻഡ് ദ സീൻ അല്ലെ ഒരു വേ അതൊന്ന് പറയൂ, രണ്ടുപേരെയും പറയണം. അതിപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇതുവരെ ക്ലാസ്സിൽ ചുമ്മാ പഠിപ്പോ അവരിങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമൃത അർജുൻ അവരാണ് മെയിൻ. പാട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, രണ്ടുപേരും പഠിച്ചിട്ടില്ല. പാട്ട് പഠിക്കാതെയാണ് വന്നത്. അപ്പൊ അവരിങ്ങനെ നിർബന്ധിച്ചിട്ടാണ് കവറുകളെല്ലാം ചെയ്തത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ മില്യൺ വ്യൂ ആവും അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് ചെയ്തല്ല. ഇഷ്ടമാണ് ചെയ്യാൻ. പിന്നെ ഈ ഒരു 6 മാസം 7 മാസം ആയിട്ടുള്ളൂ ഈ ഒരു റാപ്പിംഗ് എന്നുള്ള ഒരു ഇതിലോട്ട് വന്നിട്ട്. അതിനുള്ളിൽ എനിക്കിങ്ങനെ ഓൺ ട്രാക്ക് ഇറങ്ങി അങ്ങനെ സന്തോഷം. അതിന് മെയിൻ കാരണം വിജയനാണ്. കാരണം എന്നെ ആദ്യം ഈ ഒരു മ്യൂസിക് ആ ഒരു കരിയറിലോട്ട് കൊണ്ടുവരുന്നത് വിജയനാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഓക്കെ, എന്തായാലും നമുക്ക് ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും കത്തിച്ച ആ ഒരു പാട്ട് നമുക്കൊന്നുകൂടെ കേട്ടാലോ? നിന്റെ സ്ഥിരം നിന്റെ പക്ഷെ ഞാൻ പാടാം, എന്റെ പക്ഷെ നീ. ഓക്കെ, ഓടിക്കോ. Come on now, fight for your flag, stop funning now. Get up now, show me what you got. Everybody never know who will get to the top like, oh, it's time to blow. Messi, Neymar, Cristiano, next generation take the flow. Yeah, Mala Mbappe set the flow like, oh. Yeah, hate that. When I make my move, you can stand back. Got a word in my hands, got a payback. I don't got to lose, you got to choose. How bad do you want that? Oh, I slogged to my goals, don't think, don't stop, we're gonna pay the price. The time is of the plan is of the team, this up to clean this up like kick it harder, make it till you break your party. Kick it harder, make it till you break your party. So can't stop this feeling now. ബാക്കിയുള്ള ഫുൾ വേർഷൻ കാണാൻ സ്പോട്ടിഫൈയും അതുപോലെ എല്ലായിടത്തും ഉണ്ട്. ഈ ഓഡിയോ പ്ലാറ്റ്ഫോംസ് എവിടെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഉണ്ട്. യൂട്യൂബിലും ഓഡിയോ ആയിട്ടാണ് ഇറക്കിയത്. വീഡിയോ തപ്പേ കാണുന്നത് വീഡിയോ ഇനി വരുന്നത് ഈ മാസം തന്നെ എന്തായാലും ഈ അടുത്ത വേൾഡ് കപ്പിന്റെ നമ്മൾ ഇറക്കുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങളുടെ ഓൺഗോയിങ് പ്രോജക്ട്സ് അല്ലെങ്കിൽ അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും? ഇനി ഫിഫ ഈ മൂഡ് എന്തായാലും ജൂലൈ വരെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഫിഫ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇറക്കുന്നുണ്ടോ ഇനിയും? അല്ലെങ്കിൽ ഫിഫ ഓൾറെഡി നമ്മുടെ ഈ സോങ്ങിൽ പ്രൊഡക്ഷനും ക്രിയേഷനും കഴിഞ്ഞപ്പോൾ ഓൾറെഡി ലേറ്റ് ആയി. ഫിഫ എന്നുള്ള ഉദ്ദേശിച്ചല്ലോ ഈ ഒരു വിൻഡോയിൽ വന്നപ്പോ ഐഡിയ വന്നപ്പോ ഓക്കെ കൊള്ളാമല്ലോ, ചെയ്തു നോക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു എങ്ങും എത്തുമെന്നുള്ള ഉദ്ദേശം പെട്ടെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെയെങ്കിലും ഒക്കെ എത്തിയാൽ കൊള്ളാമെന്ന്. കാരണം ആ സോങ്ങിനൊരു നമ്മുടെ ഇവിടെ നിന്ന് ഒരു പൊട്ടൻഷ്യൽ ഉള്ളവരെ തോന്നിയപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ. പിന്നെ ഇപ്പൊ ഇതുപോലെ നമ്മുടെ പേഴ്സണൽ എന്താണ് കുറെ ക്രിയേഷൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാട് സോങ്സ് ഇപ്പൊ വർക്കിംഗ് ആണ്. ഞാൻ അതിന്റെ VY പ്രൊഡ്യൂസർ ബീറ്റ് പ്രൊഡ്യൂസറും കൂടി ഇങ്ങനെ ആക്ച്വലി കുക്കിംഗ് ആണ് കുറച്ച് സാധനങ്ങൾ. ഒരുപാട് സോങ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഇറക്കാൻ ഒരു മടി കൊണ്ടായതാണ് ഇത്ര നാൾ വൈകിയത്. കുറെ നാളായി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാം അതൊക്കെ ആയിട്ട് നമ്മള് വെയിറ്റിംഗ് ആണ് ഇത്തരത്തിലുള്ള പാട്ടുകൾക്കായിട്ട്. അനാമികയെ സംബന്ധിച്ച് എന്താ പറയുക, ഈ ഒരു ഫീൽഡിലേക്ക് ഗേൾസ് അധികം റാപ്പേഴ്സ് ഉണ്ടെങ്കിലും അറിയപ്പെടുന്ന സാധ്യത കുറവാണ്. അപ്പോൾ അനാമികയെ സംബന്ധിച്ച് അനാമികക്ക് നല്ലൊരു ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചു കയറാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അത് ഞാനെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ചിലപ്പോ ഗേൾസ് ചെയ്യുമ്പോൾ അതങ്ങനെ എല്ലാവരും എന്താ പറയാ എടുക്കണം എന്നില്ല, ആ ഒരു സെൻസിൽ എടുക്കണം എന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോൺ വെക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ പാടുന്നു. ഇത് ചെയ്യുന്ന കുറെ പെൺകുട്ടികളുണ്ട് റാപ്പ് ഇങ്ങനെ പഠിച്ച് പാടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ച് പാടുന്ന കൂട്ടത്തിലല്ല. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഞാൻ ആ പാടിയിട്ടേക്കണം മൊത്തം. ആ പാട്ടുകളൊക്കെ നമ്മൾ എന്നും സ്ഥിരം കേൾക്കുന്ന പാട്ടുകൾ പോലെ അങ്ങനെ കേട്ടത് അങ്ങനെ പാടിയിട്ടതാണ് ഞാൻ. പക്ഷെ അത് ഇങ്ങനെ വൈറലാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എല്ലാവരും സപ്പോർട്ട് തന്നു. പിന്നെ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഓൺ ട്രാക്ക് ഇറങ്ങണം എന്നുള്ളത്. അതിപ്പോ എങ്ങനെ സക്സസ്.
കേരളത്തിൽ നിന്ന് എന്തായാലും ഒരു പെൺകുട്ടി ഒരു റാപ്പർ ആവുന്നില്ല ഫുൾ സപ്പോർട്ടും ആ ഒരു ഒറ്റ വീഡിയോയുടെ കമന്റ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബോയ്സ് നോർമലി റാപ്പ് ആ ഫീൽഡിലേക്ക് പോകാറുണ്ട്, പക്ഷെ ഗേള് അങ്ങനെ കേരളത്തിൽ നിന്നും നമുക്ക് ആരും പറയാൻ പറ്റില്ല. അപ്പൊ അനാമികയ്ക്ക് നമ്മള് എന്തായാലും ആ ഒരു സാധ്യത കാണുന്നുണ്ട് അതല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാം. എനിക്കറിയില്ല ഇനി അങ്ങോട്ട് എന്തുണ്ടാവും അറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ പാട്ടുകളൊക്കെ ഇനി ചെയ്യാനൊക്കെ താല്പര്യം. ഇപ്പൊ അത് തുടക്കക്കാരൊക്കെ എല്ലാവരും കണ്ടൻസർ മൈക്കിലേക്ക് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് എക്സ്പീരിയൻസ് മൈക്കിൽ റെക്കോർഡിങ് ആയിട്ട്. അപ്പോൾ അത് ഞങ്ങളെ മിക്സ് എഞ്ചിനീയർ എല്ലാവരും ഞെട്ടിച്ചാണ്. ഞങ്ങൾ നേരെ വന്നിട്ട് സാധാ പോലെ സമയം എടുത്തില്ല, അങ്ങനെ സമയം കുറെ സമയം എടുക്കുമെന്ന് കരുതി, പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് ഞങ്ങളെല്ലാം പിടിപിടിയായിരുന്നു. ഒറ്റ ദിവസം ഞങ്ങള് ഞങ്ങൾക്ക് ആ ഒരു ഓ എന്നുള്ളൊരു ആരെങ്കിലും വണ്ടറിങ് ആ ഓ എന്നുള്ള സംഭവം ഞങ്ങൾക്ക് ആൾക്കാരുണ്ടായില്ല വഴി കൂടി പോണവരെ ഞങ്ങൾ കൂട്ടുകാരെ അവിടെ ഉണ്ടായ 4-5 പേരും കൂടിയാണ് ആ ചാനലൊക്കെ എടുത്തത്. ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു ഫീല് ആ പാട്ട് സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ട്വിൻ ബ്രദറൊക്കെ അങ്ങനെയൊക്കെ വഴി കൂടി പോയിട്ട് കൊണ്ടുവന്നൊക്കെ വന്ന് എന്റെ ബ്രദറ് പിന്നെ ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവരൊക്കെ കൂടി അവിടെ ഇവിടെ ഒക്കെ പൊസിഷനൊക്കെ മാറ്റി എടുത്തിട്ടാണ് ഞങ്ങൾ ആ ഓടുത്തത്. എത്രയോ ആൾക്കാരുണ്ടായില്ല. പിന്നെ പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങക്ക് ഭയങ്കര ഇതായിരുന്നു, ഈ സാധനം ഇറക്കണം അങ്ങനെ. പിന്നെ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണ് സോങ് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഒരു ബിഗ് രീതിയിൽ നമ്മുടെ ഇവിടെ നിന്ന് ബിഗ് പ്രൊഡക്ഷൻ ബിഗ് ലേബലിൽ ഇറക്കണമെന്നുണ്ടാവും. പക്ഷെ ഒരുപാട് പേര് അലഞ്ഞിരുന്നിട്ട് എല്ലാവരും ഞങ്ങള് ഇത്ര ലേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ട് ഞങ്ങൾ കുറെ പേര് അപ്രോച്ച് ചെയ്തു, പക്ഷെ അവരൊക്കെ ഞങ്ങൾ റിജക്ട് ചെയ്തു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ സെല്ലിംഗ് പോയിന്റ് ആയിരിക്കും നമുക്ക് ഇത്രയും ബിഗ് ഒരു ലെവലിലേക്ക് വരാത്തോണ്ടായിരിക്കും ചിലപ്പോ ആ ഒരു ഇതിലേക്ക് വരുന്നത്. ചിലപ്പോ അപ്പൊ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പാട്ട് ലേറ്റ് ആയി. പക്ഷെ എന്നാലും ഞങ്ങള് ആ ഫിഫയ്ക്ക് 2 ദിവസം മുന്നാണ് ഞങ്ങളിത് ഇടുന്നത്. പക്ഷെ ആ റീല് തന്നെ വൈറലായി മൊത്തത്തില്. അതിനുശേഷമാണ് ഞങ്ങള് റിലീസ് ചെയ്യുന്ന പാട്ട്. അപ്പോൾ എല്ലാവരും കേട്ട് സ്പോട്ടിഫൈയിൽ ആ വീഡിയോ പാട്ട് എങ്ങനെയെങ്കിലും റിലീസ് കുറെ ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അച്ഛന്മാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളല്ലേ ഉള്ളൂ ഇത് പ്രൊമോട്ട് ചെയ്യാൻ. വേറൊരു വീഡിയോ ഒരു കലന്നോണ്ട് നമ്മുടെ എഡിറ്റർ ഉണ്ട്, അപ്പൊ അവരെ വിളിച്ചിട്ട് നേരെ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് ഫിഫ കട്ട്സും വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നേരെ വീഡിയോ ഇട്ട് നേരെ അങ്ങനെ അങ്ങനത്തെ ഒരു ഇതിലാണ്. ചേട്ടൻ വരുന്നത് വൈറ്റില്, ഞാൻ വരുന്നത് മരട് കണ്ണാടിക്കാട്. ഞാൻ വരുന്നത് മരട്ടിന്നാണ്, തോമസ്പുരം എന്ന് പറയുന്നത്. എന്തൊക്കെയാ ഞാൻ പറയാം എന്റെ വീട്ടിലെ ഓരോ സ്ഥലത്തിന് ഒരു സ്ഥലം പറയുമ്പോൾ മരട്. ഞാൻ വരുന്നത് സ്ഥലം മരട്. അപ്പൊ ഇവള് വരുന്നത് കാലടിക്കടുത്ത് കാഞ്ഞൂര്. മലപ്പുറമാണ് ഞാൻ. ഞങ്ങൾ രണ്ടും ഞങ്ങൾ രണ്ടറ്റോ. അപ്പൊ ഞങ്ങള് ഫുള്ള് കോണ്ടാക്ട് ചെയ്യുന്നത് ഫോണിലാണ്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ വീഡിയോ എടുത്തത് ഞാൻ വീട്ടിലിരുന്ന് ഞാൻ എന്നും എങ്ങനെയാണ് വീഡിയോ എടുക്കണം അതുപോലെ വീഡിയോ എടുത്തു, ചേട്ടനും എങ്ങനെയാണ് എടുക്കണം അതുപോലെ വീഡിയോ എടുത്തു. എന്റെ ഇടയിൽ കുറെ ഫിഫയുടെ ആക്ച്വലി നമ്മുടെ ഈ ഒരു വീഡിയോ ടീസർ പോലെ ചെറുതായിട്ട്. അപ്പൊ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇവിടെ സ്ഥിരം ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വെച്ചിട്ട് ചുമ്മാ ഒരു ടീസർ പോലെ ചെയ്യാം, എന്നിട്ട് നമുക്ക് സോങ് ഇറക്കുമ്പോൾ ജസ്റ്റ് ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാം, ആൾക്കാർ കേൾക്കും എന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ ഇത് നമ്മുടെ അങ്ങനെ അതിനേക്കാൾ പീക്കിലാണ് ഇപ്പോൾ എത്തിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അത് അത്രയും നമുക്ക് എന്താ പറയാ, നമ്മുടെ ആ കഴിവിനെ എത്രയോ ആളുകൾ അംഗീകരിച്ചു എന്നതാണ് ആ ഒരു പീക്ക് ലെവൽ എന്ന് പറയുന്നത്. അതേസമയം ഷക്കീറയുടെ ഫിഫ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്രാവശ്യത്തെ പാട്ട് അത്ര നല്ല രീതിയിലല്ല, ഇത് കുറെ ബാഡ് കമന്റ്സും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നായിരുന്നു. ആ ഇങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ആക്ച്വലി ഇറക്കിയ എല്ലാ സോങ്സും എനിക്ക് അടിപൊളി സോങ്സുകളാണ്. എല്ലാരും അങ്ങനെ പറയണെന്ന് വെച്ചാൽ നമുക്ക് വേൾഡ് കപ്പ് തന്നേക്കുന്ന ഫീലിംഗ് നമ്മൾ 2010 ഷക്കീറയുടെ ഒന്നുകൂടി ഒരു അറിയില്ല എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്കത് കേൾക്കുമ്പോൾ ഫിഫയാണെന്നുള്ളൊരു ഒന്നുകൂടി ഒരു എന്താ പറയാ ഒരു സംതിങ് നമ്മളൊക്കെ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ക്യാൻ സ്റ്റോപ്പ് ദിസ് ഫീലിംഗ്. അപ്പൊ ആ ഒരു അതാണ് ഒരു എന്താ പറയാ ഒരു അപ് ബീറ്റിൽ നിന്ന് ടെമ്പോയിൽ നിന്ന് ബാക്കിയുള്ള ഭയങ്കര സോങ്സ് ആക്ച്വലി അടിപൊളിയാണ്. നമുക്ക് എല്ലാവരും അതിനെ ഹെയ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് അതിന്റെ ഒരു രസത്തിലെത്താത്തോണ്ട് ആ ഒരു വേൾഡ് കപ്പിന്റെ എനർജി ഒരു ഫ്രീക്വൻസി എത്താത്ത ഇതിലാണ് പിടിച്ചത്. നമ്മൾ ഇതൊരു പാർട്ടി ആ ഒരു എന്താ പറയാ അപ്പീറ്റ് ഇട്ടിട്ട് ചുമ്മാ കൊമേഴ്ഷ്യൽ പരിപാടി പിടിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങള് വിചാരിച്ചു, പക്ഷെ ആ ഒരു ഔട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഓൾറെഡി മനസ്സിലായിരുന്നു ഇത് സീനാണെന്ന്.
ഇവരുടെ പോർഷൻ എനിക്ക് ഭയങ്കര ആക്ച്വലി confidence എഴുതിയിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് എന്റെ സോങ്സ് എനിക്ക് പൊതുവെ കോൺഫിഡൻസ്, ഞാൻ എല്ലാം എഴുതിയിട്ട് ചുരുട്ടി കളയാറ് പതിവ്. അപ്പൊ ഇത് ചെയ്തപ്പോ തന്നെ കളയാൻ തോന്നിയില്ല, നൈസാണെന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ പറഞ്ഞൊരു കോറസും പരിപാടി ചെയ്തിട്ട് ഒരു ചെറിയ സോങ്, ഇവളുടെ റാപ്പിന്റെ ചുറ്റിന് ഒരു അറൗണ്ട് ഒരു സോങ് അങ്ങനെ ഞാൻ നടന്ന പ്ലാൻ. അപ്പൊ ഞാൻ ഒരു ഗ്യാപ്പ് ഫ്രണ്ടിൽ അപ്പൊ വിവൈ ഞാൻ ചെറിയ റാപ്പ് ഇട്ട് നോക്കാം. അപ്പൊ അതെന്റെ ലാസ്റ്റ് ചെയ്ത് ഇവളുടെ ഫസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പോർഷൻ സോങ് പാട്ട് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായിരുന്നു സാധനം ആക്ച്വലി കൊള്ള കുഴപ്പമില്ലാത്ത വൈബ് സാധനം തന്നെ, കത്തിക്കും സാധനം. വേറൊരു കമന്റ് ഉണ്ടായിരുന്നേ, അടുത്ത പ്രാവശ്യവും ഇവരെ കൊണ്ട് തന്നെ, ഈ മച്ചന്മാരെ കൊണ്ട് തന്നെ നമുക്കൊരു ആന്തം പാടിപ്പിക്കണം എന്ന രീതിയിലൊക്കെ. ഇനി അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സ്വീകരിക്കൂ? ആ ലെവലിലൊക്കെ അതെ, ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. അത് ഫിഫയുടെ ആൾക്കാരെ മെൻഷൻ ചെയ്തിട്ട് കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റെസ്പോൺസോ അല്ലെങ്കിൽ അപ്ഡേറ്റ്സോ? ഇന്നലെ എനിക്കൊരു പുള്ളി മെസ്സേജ് ഞാൻ എന്റെ മറ്റേ ശരിക്കും പറയാൻ മറന്നുപോയി, നമ്മുടെ സീനിയർ ആനിമേറ്റർ അറ്റ് വാർണർ ബ്രോസ്, ലിറ്ററലി ടൊറന്റോയിലുള്ള കാനഡയില്. പുള്ളി എനിക്ക് മെസ്സേജ്, പുള്ളിയുടെ ഫ്രണ്ട്സ് ഫിഫയുടെ കാനഡയിൽ കാനഡ നടക്കണ്ടെന്നുള്ള. അപ്പൊ ടൊറന്റോയിൽ എന്തോ മീഡിയ ടീമിലുണ്ട് ഫിഫയുടെ, അപ്പൊ എത്തിക്കാന്നുള്ളത് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര സന്തോഷം. ഷൗട്ട് ഔട്ട് ടു ദാറ്റ് മാൻ. ലൈക്ക് എന്റെ കിളി പോയി, ഞാൻ പുള്ളി സീനിയർ മെസ്സേജ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം എനിക്ക് പ്രതീക്ഷയായിരുന്നതാണ്. സോ ഹാപ്പി. എല്ലാരും കുറെ സപ്പോർട്ട് ചെയ്താണ്, ഭയങ്കര സന്തോഷമല്ലേ ഇങ്ങനെ കാണുമ്പോ. അതൊന്നും നടന്നില്ലെങ്കിൽ പോലും എല്ലാരും ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ അതല്ല ഏറ്റവും അച്ചീവ്മെന്റ്. അങ്ങനെ ഇനി ഇത്തരത്തിലൊരു പരീക്ഷണം എന്നല്ല, ഇത്തരത്തിലൊരു പാട്ട് വേണം എന്ന ആളുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ ഒരു രീതിയിലേക്ക് പാട്ട് എഴുതി സെറ്റാക്കി കൊടുക്കും. എവറിത്തിങ് എനിത്തിങ് എനി വർക്ക്സ്. DM മാനേജർ സുഫേൽ, ദ ബെസ്റ്റ് മാനേജർ ഇൻ ടൗൺ. ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും DMs, ജിംഗിൾസ്, ആഡ്സ്, എനിത്തിങ് യു നോ വേർ ടു ഫൈൻഡ്. അപ്പൊ നിങ്ങൾ ഏത് ടീമാ ഇപ്പോ? ഏതാണ്? അർജന്റീന? അർജന്റീന. അതെ, അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെ രണ്ടുപേരും ഒരേ ടീമാ. അനാമിക ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അല്ലേ? അതെ, ഞാൻ സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ആണ്. കളിച്ചിരുന്നു, ഇപ്പൊ കളിക്കുന്നൊന്നുമില്ല. ആദ്യം കളിച്ചിരുന്നു, അതുകൊണ്ട് ഇഷ്ടമാണ് ഫുട്ബോൾ. ഞാൻ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ചേട്ടാ എനിക്ക് ഒരു പാർട്ടി ചെയ്താലെന്നുണ്ട്. എനിക്കൊരു ഫുട്ബോൾ ടീമിന് ഉദ്ദേശിച്ചുള്ളത്. പക്ഷേ ചേട്ടാ കയറി നേരെ ഫിഫ നമുക്ക് ട്രാക്ക് കോൺട്രാക്ട് എങ്ങനെയുണ്ടാവും, ഞാൻ കൊമേഴ്ഷ്യൽ ലിറിക്സ് ഒക്കെ കാര്യമൊന്നും എഴുതിയേക്കണം. വെറുതെ എഴുതി കൂട്ടിയതാ. കൊമേഴ്ഷ്യൽ പരിപാടി പക്ക പഠിച്ചത്. എന്റെ ശൈലി ഇതല്ല, ഞാൻ ഇത് പിടിക്കണമെന്നാണ്. കാരണം ഐ നോ ദിസ് വർക്ക്സ്. ആക്ച്വലി ശരിക്കും നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? ജോലി ചെയ്യാണോ, പഠിക്കുകയാണോ, എന്താ? അല്ല, ഞാനിപ്പോ ഫുള്ള് പാട്ടിലേക്കാണ്. ഞാൻ ജോലി റെഫറൽ ബാങ്ക് അടിക്കാടിച്ചിലായിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പോ പാട്ട് വീട്ടിലൊക്കെ ഷോ. ഞാൻ പഠിക്കുകയാണ്, ഡിപ്ലോമ. ഇപ്പൊ ഞാൻ എക്സാമിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ. വീട്ടുകാരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? അവരെ സപ്പോർട്ട്, ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്, അതൊക്കെ എത്രത്തോളം? ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് ആക്ച്വലി ക്രേസി സപ്പോർട്ടാണ്. അവരോട് ഇങ്ങനെ നിൽക്കുന്നത്. വീട്ടുകാരും അവര് ഇതിനു മുമ്പ് ഞാൻ ഒരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ പപ്പൊക്കെ റിട്ടയർ ആണ് ഫെഡറൽ ബാങ്കിലാണ് തന്നെ. അപ്പൊ അതുപോലെ തന്നെ ഒരു ജോലി എന്നുള്ളത് എല്ലാത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള സമ്മർദ്ദം എല്ലാവർക്കും ഉണ്ടാവില്ല. അതിന്റെ ഒരു ഇതില് കയറ്റാൻ നോക്കി. പക്ഷെ ഞാൻ അങ്ങനെ എന്റെ മനസ്സ് ജോലി കയറിയ പോലും ഞാൻ ഇതിലാണ്. ഇപ്പൊ ആ ഒരു വേൾഡിൽ നിന്നപ്പോ എനിക്ക് മൊത്തം മനസ്സിൽ പാട്ടുന്നൊരു ഇതാണ്. അപ്പൊ അങ്ങനെ പപ്പ എപ്പോഴും ഭയങ്കര കുഞ്ഞു കാര്യങ്ങൾ വരെ പപ്പ ഭയങ്കര എക്സൈറ്റഡ്, എന്താ ചെയ്യാതെ ഞാൻ പോകുന്നുള്ള ഇതില്ല. പക്ഷെ അവരെ ഇത് ഇതിന്നൊരു വരുമാന മാർഗം ഉണ്ടെന്ന് അറിയാൻ പിന്നെ സന്തോഷമായിരിക്കും. അതിലേക്കൊന്ന് എത്തിപ്പെട്ട ഹാപ്പി. അനാമികയുടെ എന്റെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും അറിയില്ല റാപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കാർ. എന്റെ കുടുംബത്തിൽ ആരും മ്യൂസിക്കായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു കരിയർ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആരുമില്ല. പ്രത്യേകിച്ച് റാപ്പ് എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് എന്താണെന്ന് അറിയാത്ത ആ ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോ ആരും വീഡിയോ ഒക്കെ മില്യൻ അടിച്ചപ്പോ അമ്മയുടെ അടുത്ത് വന്നിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടല്ല അവർ അറിയണത്, ആരെങ്കിലും വന്ന് അവരോട് പറയുമ്പോഴാണ് അവരറിയണത്. അങ്ങനെ ഇവര് പച്ചറസൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കാൻ അങ്ങനെയാണ് പറയാ. അപ്പൊ ഇവര് ഇത് എന്താ മില്യൺ ഇങ്ങനെയൊക്കെ കമന്റ് ഒക്കെ. എന്റെ ഒരു വീഡിയോക്ക് സജി ചെറിയാനൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് പോലും വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇവരെന്താണ് ഇങ്ങനെ കമന്റ് ഇടുന്നതെന്ന് അറിയില്ലല്ലോ. ഇവരെല്ലാവരും നോക്കുമ്പോ ആ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇവർക്ക് ഭയങ്കര സന്തോഷം. ഈ പാട്ടിറങ്ങുമ്പോഴാണ് പോലും ഇവരാരും മ്യൂസിക് എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോകുന്നു വിചാരിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ സ്പോർട്സ്, ഇല്ലെങ്കിൽ ആർട്സ്, ഇല്ലെങ്കിൽ പഠിത്തം, ജോലി, ആ ഒരു ഇത്. പക്ഷെ പാട്ട് പ്രതീക്ഷിക്കാതെ കയറിയതാ. ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് അമ്മ എനിക്കിങ്ങനെ നാളെ റെക്കോർഡിംഗ് ആണ് പാട്ടിന്റെ റെക്കോർഡിങ് അങ്ങനെ ഒട്ട് വിശ്വസിക്കാൻ പറ്റില്ല.
പിന്നെ ഇപ്പൊ ഈ പാട്ട് ഇറങ്ങിയപ്പോഴാണേലും ഞാൻ ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കേൾപ്പിച്ചു ഇങ്ങനെയാണ് പാട്ട്. അപ്പൊ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമായി. അമ്മയ്ക്ക് അച്ഛനും ഭയങ്കര ഇഷ്ടമായി. കാരണം അവര് പറഞ്ഞ ആ ഒരു എനർജി ഉണ്ട് ആ പാട്ടിന് എന്ന് പറഞ്ഞു. പിന്നെ ഇവര് റിലീസ് ആവാൻ വേണ്ടിയിട്ടുള്ള റിലീസ് ആയിട്ട് ഇത്ര സപ്പോർട്ടൊക്കെ വന്നപ്പോ അമ്മേടെ അടുത്ത് അങ്ങോട്ട് വന്ന് ചോദിച്ചു തുടങ്ങി, ആ മോളുടെ പാട്ടാണല്ലേ ഇറങ്ങിയേക്കണേ. കാര്യം എന്നെ ആ ഒരു രീതിയിൽ പാടി ആരും കേട്ടിട്ടില്ല. അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷം. പിന്നെ ചെയ്തു വീട്ടിൽ ഇതുപോലെ തന്നെ പഠിക്കുവാനൊക്കെ പണിക്കൊക്കെ അതൊരു വലിയ കാര്യമാട്ടോ. കാരണം നമുക്ക് ഇത് ഇപ്പൊ ഒരു കൂട്ട ആൾക്കാരുണ്ടാവും. പൊതുവെ റാപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പടപടാന്നതായിട്ട് അതിലുപരി ഇപ്പൊ ഒരു കുടുംബ പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്താ പറയണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു രസമുണ്ടെന്നുണ്ട് ഏറ്റെടുത്തത് വലിയ കാര്യമാട്ടോ. അത് ഭയങ്കരമായിട്ട് ഒത്തിരി ഒരു മിഡിൽ ഏജിലുള്ളവരൊക്കെ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് അപ്പുറപ്പുറമുള്ളവരാണെങ്കിൽ ഇപ്പൊ ബസ്സിലൊക്കെ കാണുമ്പോ പക്ഷെ നമ്മൾ വിചാരിക്കും യൂത്ത് ആയിരിക്കും എടുക്കാറ്. പക്ഷെ ചേച്ചിമാരാണോ വന്ന് ചോദിക്കുക, ആ മോളുടെ പാട്ടാണല്ലേ ഇറങ്ങി ഞങ്ങളിങ്ങനെ കണ്ടു. ഞാൻ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇത്ര പ്രായമായിട്ടുള്ളവര് പോലും അത് കേട്ടിട്ടുണ്ട്. അവരുടെ ഇടയിലോട്ട് ഈ പാട്ട് എത്തിയിട്ടുണ്ടെന്ന് അറിയാമോ, അത് വല്ലാത്തൊരു സന്തോഷം. അതെ, നമുക്കും പറയാം നമ്മളെ കേരളത്തിന്റെ സ്വന്തം എന്താ പറയാ നമ്മള് റാപ്പേഴ്സ് അടിപൊളിയാണ്, പിള്ളേർ അടിപൊളിയാണ്. ഭയങ്കരമായിട്ട് ഭയങ്കര സപ്പോർട്ട്. ഞങ്ങക്ക് പൊതുവെ നെഗറ്റീവ് ഇല്ല അതിനകത്ത്. അത്രയും മാസീവ് ആയിട്ടുള്ള സപ്പോർട്ട്. എല്ലാവരും നിങ്ങൾ അവിടെ എത്തേണ്ടവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ കാണാൻ ഭയങ്കര സന്തോഷം. ഏറ്റവും നല്ല എൻഗേജ്മെന്റ് ഉണ്ടാവും. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലെന്നില്ല. അത് ഇനിയിപ്പോ എന്താ ഫോണ് താഴെ വെക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? എന്താണ് ഇപ്പൊ? ഇല്ല, ആക്ച്വലി എന്റെ ഫോണ് കംപ്ലൈന്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ആദ്യം അറിയാൻ പറ്റാത്തത്. പിന്നെ ഇവരൊക്കെ പറയുമ്പോഴാണ് ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യും. എന്തെങ്കിലുമൊക്കെ അടിപൊളി കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിടും. ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിനേക്കാളും ആകാംക്ഷ അവർക്ക് ഫ്രണ്ട്സിനാണ് ഇത്ര അടിച്ച് ഇത്ര ഇത്ര ഇത്ര. അപ്പൊ അതിന് ഇത് അടിക്കണതിന് അടിപൊളി ഈ ഒരു ഇത് കേൾക്കുമ്പോ ഇവരിങ്ങനെ പറയും, വിളിക്കുമ്പോ തന്നെ ഇത് 5 മണിക്കൂർ ഇങ്ങനെ 1 മില്യണിനെ പറയുമ്പോൾ സന്തോഷമില്ലേ. ഇവരാണ് നമ്മളെ പറ്റി പുഷ് ചെയ്യാൻ നന്നായിട്ട്. നമ്മൾ ചിലപ്പോ എല്ലായിടത്തൊക്കെ കുഴപ്പമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇപ്പൊ ഞാൻ പോലും ആദ്യം ഞാൻ ഇന്റർവ്യൂസ് വേണ്ട ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതിലാണ് നിന്നത്. ചേട്ടനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. പക്ഷെ നമ്മളിങ്ങനെ ഇതിനിപ്പോ നല്ലതാണ് അറിയണ്ടേ, 4 ആൾ അറിയണ്ടേ ഇപ്പൊ 4 ആൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉന്തിത്തള്ളി വിടുന്നത് ഫ്രണ്ട്സാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറയണം അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നത് ഫ്രണ്ട്സ്. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം. ഇപ്പൊ ടീനേജേഴ്സിന്റെ ഇടയിൽ റാപ്പിന് ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ട് ഇപ്പൊ കേരളത്തിലാണെങ്കിലും. അപ്പോ അതിന് കൂടെ ഒരു എന്താ പറയാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പാട്ട് തന്നെയാണ് നിങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതെ, ഞങ്ങള് നല്ല രസമാണ് ഇങ്ങനെ വീഡിയോ ആൾക്കാർ എഡിറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു പാട്ട് വരെ നല്ല രസമാണ്. കുറെ ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് കുറെ വീഡിയോസ്. പിന്നെ ഞങ്ങൾക്ക് ടാഗിലൊക്കെ കുറെ വരാറുണ്ട്. എനിക്കങ്ങനെ വീഡിയോ ഞങ്ങളുടെ പാട്ടാണല്ലോ ഇവര് എഡിറ്റ് ചെയ്തിടാ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു. കാര്യം ഇത്ര നാള് നമ്മള് സ്പോട്ടിഫൈയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളുടെ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കേൾക്കുമ്പോ ഞാൻ ഇത് റിലീസ് ആയ സമയത്ത് ഞാൻ സ്പോട്ടിഫൈയിൽ നോക്കുമ്പോ ഇങ്ങനെ VY, AJ മെഗാബൈറ്റ്, അനാമികമാണ്. അപ്പൊ നമുക്കൊരു സന്തോഷമില്ലേ. അപ്പൊ ഞാനിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തോണ്ട് ഞാനാണ് അമ്മയുടെ അടുത്ത് നമുക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വീട്ടിൽ വെക്കണം. ഇങ്ങനെ അനാമിക മണി നിരീക്ഷിച്ചിട്ടുള്ളത്. ഇപ്പൊ ഗൂഗിളിൽ തന്നെ അനാമിക മണി അല്ലെങ്കിൽ എവിൻ ജോസഫ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം നിങ്ങളെ പാട്ടാണ് ഫസ്റ്റ് വരാ. യൂട്യൂബിലെ പാട്ടാണ് വരുന്നത്. ജസ്റ്റ് ആ പേര് മാത്രം സെർച്ച് ചെയ്താൽ മതി. അപ്പൊ തന്നെ ഫസ്റ്റ് നിങ്ങളുടെ ആ പാട്ടും പിന്നെ ബാക്കിയുള്ള നിങ്ങളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എന്റെ താഴത്താണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇപ്പൊ എനിക്ക് വാട്സപ്പിൽ ഒരാളെന്ന് വെച്ചാൽ നമ്മള് കസിൻസ് ഒക്കെ ഉണ്ടാവില്ല, ഫ്രണ്ട്സ് ഒക്കെ. അപ്പൊ അവരിങ്ങനെ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാനൊക്കെ വാട്സപ്പിൽ എടുക്കുമ്പോ ഇവരിങ്ങനെ സെർച്ച് ചെയ്യും, ഈ പാട്ട് വരും. എന്നിട്ട് ഇവര് ആ പാട്ടാണ് ഇടാം. അപ്പൊ എന്റെ അനിയന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഇങ്ങനെ പോസ്റ്റുകൾ ടാഗ് ചെയ്യുമ്പോ ഇപ്പൊ നമ്മള് ഫിഫയുടെ ആ ഒരു ഇതിൽ നിൽക്കാണല്ലോ. അപ്പൊ ഇങ്ങനെ ബാനറുകളും അല്ലെങ്കിൽ ഇവരുടെ ജേഴ്സിന്റെ ഫോട്ടോ അല്ലെങ്കിൽ പന്ത് കളിക്കണ അങ്ങനത്തെ ഒക്കെ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ ഇവരിങ്ങനെ പാട്ടിടും, ഈ പാട്ടിടും. അപ്പൊ നമ്മള് ഇത്ര നാള് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അനിയന്റെ ഫ്രണ്ട്സ് നമ്മളെ അനിയന്മാര് അങ്ങനെയുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരുന്നാല് പിടി നമ്മുടെ പാട്ടിടുമ്പോ ഒരു രസമല്ലേ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അതൊക്കെ. ഭയങ്കര ഒരു സന്തോഷം. എന്താ പറയുള്ളത്, കാണുമ്പോ ഒരു സന്തോഷം. ഞാൻ എന്നിട്ട് കുറെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണല്ല. ഇപ്പൊ നിങ്ങൾക്ക് വിഷ്വൽസ് അറിയിച്ചതില് പ്രമുഖരായ ആളുകളുണ്ടോ? അതിൽ നിങ്ങൾ എക്സൈറ്റഡ് ആക്കിയ ഏതെങ്കിലും ഒരു വിഷ്വൽസ് അല്ലെങ്കിൽ കമന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, എനിക്കെന്തറിയോ, ഇന്നലെ ഒരു സംഭവം ഞാൻ വന്ന വഴി ഞാൻ മാനേജറിനോട് ചേട്ടനോടൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നലെ മാമന്റെ വീട്ടിൽ ചെന്നപ്പോ ചെറിയ പിള്ളേരാണ്, കുരുന്നാളാണ് അവിടെ.
പക്ഷെ അത്ര ഏജ്ഡ് ആയിട്ടുള്ളവരല്ല. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പേപ്പറിനകത്ത് എഴുതിയിട്ട് കൺഗ്രാറ്റ്സ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് പേരോടൊക്കെ എഴുതി കുറെ സ്റ്റാറൊക്കെ ഇട്ട് പിന്നെ കുറെ മയക്കെ കുടിച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇവര് ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ ഇവര് തന്ന്. അപ്പൊ എനിക്ക് നമ്മളത് ഓസ്കാറൊക്കെ വേൾഡ് കപ്പ് കിട്ടിയ ഒരു എനിക്ക് ഒരു കരച്ചിലൊക്കെ വന്നു. കാരണം കുരുന്നുകളാണ്, പക്ഷെ എന്നാലും അവരങ്ങനെ സ്കെച്ചൊക്കെ വെച്ച് എഴുതി കൺഗ്രാറ്റ്സ് അനുചേച്ചി എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ മടക്കി. അപ്പൊ ഞാൻ എന്താ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് കയറിച്ചത്. അപ്പൊ അതിന്റെ വല്ല പേപ്പറാണെന്നാണ് നമ്മൾ വിചാരിക്കാം. നിങ്ങൾ തുറന്ന് എനിക്ക് ഇത് കണ്ടപ്പോ എനിക്ക് കരച്ചിലൊക്കെ വന്ന് ഞാൻ എന്നിട്ട് എല്ലാരും കഴിച്ചത് കണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നവർ പിന്നെ ബിഗ് അച്ചീവർ എന്ന് പറയില്ലേ ആ ഒരു ഇത് അങ്ങനെയുണ്ട്. ഏറ്റവും വലിയ അച്ചീവർ എനിക്കിപ്പോ അതാണ് നിക്കണം പീക്ക് ലെവലില്. അനാമിക നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റേറ്റ് ലെവൽ ഫുട്ബോൾ പ്ലെയർ ആണെന്ന്. അതായത് ഫുട്ബോളില് വുമൻസിനെ നമ്മൾ കാണുന്നത് കുറവാണ് പ്ലെയർ ആയിട്ട്. അപ്പോൾ അനാമിക ആ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ് അതൊന്ന് പറയുമോ? അതെന്താന്ന് വെച്ചാൽ ഞാൻ പൊതുവേ സ്പോർട്സ് ആണ് എന്റെ മെയിൻ ആയിരുന്നത്. ഞാനൊരു 3ാം ക്ലാസ് 2ാം ക്ലാസ് തൊട്ടേ സ്പോർട്സിന് ഇറങ്ങിയതാ. 10th വരെ ഞാൻ ഫുൾ സ്പോർട്സ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഹൈ ജമ്പും അതുപോലെ 100 മീറ്റർ ആണ് എന്റെ മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഫണ്ടിങ് വീട്ടിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടൊക്കെ ഞാൻ ഹൈ ലെവലിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരുമ്പോ പിന്നെ സ്കൂളിൽ നിന്ന് വലിയ അങ്ങനെ പുഷൊന്നുമില്ല, പോണെങ്കിൽ പോകും അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ ഗ്രൗണ്ടിൽ പന്തടി. അപ്പൊ എന്റെ ടീച്ചറാണ് എന്നോട് പറയണേ ഫുട്ബോൾ നീ ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് എന്നാ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ വെറുതെ പോയതാ. ചെന്ന് കഴിഞ്ഞപ്പോ സോണില് കളിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിവരൊന്നും വെറുതെ കേറിക്കോ എന്താ നമുക്ക് നടക്കണേന്ന് അറിയാം. സെലക്ഷൻ കിട്ടുമല്ലോ എന്ന് അറിയില്ലല്ലോ. ഇവര് സബ് ജില്ലയില് ടീം കളിക്കാൻ ചെന്നപ്പോ ഞാൻ വെറുതെ കയറുന്നു. എനിക്ക് പേടിയായിട്ട് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെയാണ്. കാര്യം ഗേൾസ് പന്ത് കളിക്കല് കുറവല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് പാഷനേറ്റ് ആയിട്ട് ഒത്തിരി പേരുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ സ്പോർട്സ് ആണ് മെയിൻ. ഞാൻ വെറുതെ പന്ത് ഇട്ട രീതിയിലാണ് എന്നെ സബ് ജില്ല ടീമിലോട്ട് എടുക്കണത്. ഞാൻ അങ്ങോട്ട് പോണത്. അവിടെ ചെന്നപ്പോ അവിടെ സെലക്ഷൻ സാറാണ് എന്നോട് പറയണേ ആക്ച്വലി നീ ഓടുന്നത് നല്ല ഫാസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു നീ ഇച്ചിരി കൂടി ട്രെയിൻഡ് ആയിട്ട് ഫുട്ബോൾ കളിച്ചാ ആക്ച്വലി നീ സ്റ്റേറ്റ് ലെവലിൽ എത്തും. അങ്ങനെ പറഞ്ഞത് അവിടെ സെലക്ഷൻ നിന്ന സാറാണ്. പക്ഷെ തിരക്കേടില്ലാതെ കളിച്ചു. എന്റെ അച്ഛനൊക്കെയാണ് എന്റെ കൂടെ അവരൊക്കെ പൊതുവെ ആമ്പിളരൊക്കെയാണ് നീ എന്ത് കാണിക്കണം അപ്പൊ അത് അങ്ങോട്ട് കൊടുക്കും നീ ഇവിടെ നോക്കിയിട്ട് അങ്ങോട്ട് ഓടി അവൾ ഇങ്ങോട്ട് പാസ് അപ്പൊ ഇങ്ങനെ പിടിക്കും അങ്ങനെ പറയില്ല. പിന്നെ അവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻഡിവിജ്വൽ സെലക്ഷൻ ആണെന്നാണ് തോന്നുന്നത്. കാര്യം നമ്മളെല്ലാവരും കൂട്ടമായിട്ട് തന്നെ കളിക്കാം. നമ്മുടെ JC നമ്പർ എന്തോ പേരെന്തോ വെച്ചിട്ട് എങ്ങാണ്ടാണ് അവർ സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ ഓർമ്മയില്ല. അപ്പൊ ഞാനവിടെ ജില്ല കളിക്കാൻ നിന്നപ്പോഴാണ് ഇവരെന്റെ അടുത്ത് നമ്മള് സെലക്ട് ആയവരെ വിളിച്ച് മാറ്റി മാറ്റി നിർത്തും. അപ്പൊ ഇങ്ങനെ എന്റെ അന്ന് 18 or 19 നമ്പർ JC നമ്പർ. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് തന്നെ ആ 10ാം നമ്പർ പുറത്തെ എവിടെ നിന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ആ ഒരു എക്സൈറ്റ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവരെന്നെ സെലക്ട് ചെയ്തിട്ടാണ് നിർത്തണെന്ന് എനിക്കറിയില്ല. ഇവരിങ്ങനെ 10ാം നമ്പർ വന്നോട് നിന്നാണ് പറഞ്ഞത്. ഞാനിങ്ങനെ വണ്ടറടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. ഇവനിപ്പോ മാറ്റി നിർത്തിയല്ലോ, സെലക്ഷൻ അല്ല റിജക്ട് ചെയ്ത് നിർത്തിയെന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ ഞങ്ങളൊരു എത്രയോ പേരെ സെലക്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോ ഇത് കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് ടീച്ചർ വന്ന് സൈഡിൽ വന്നിട്ട് പറയാ നീ എന്തിനോട് നിക്കണെന്നറിയോ. ഞാൻ എന്ത് സ്റ്റേറ്റ് ലെവലിൽ പോകാൻ ഞാനിങ്ങനെ ഒരു വണ്ടറടിക്കൂലേ ഞാൻ അങ്ങനെ ചോദിച്ചേ. അപ്പൊ ടീച്ചർ നീ അപ്പൊ എന്റെ കൂടെ ബാക്കി എന്റെ ടീമിലെങ്ങാണ് ഞങ്ങള് സബ് ജില്ലയിൽ നിന്ന് 5 പേരെ എങ്ങാണ്ട് സെലക്ട് ആയി. അവർ 5 പേര് അവിടെ ഉണ്ട്. എന്നാകെ ഞാനാണ് ഫസ്റ്റ് സെലക്ട് ആയി അവിടെ നിക്കണേ. അപ്പൊ ഇവരൊക്കെ എന്നെ നോക്കണ്ട് ഇവളാ. കാര്യം ഇവര് കുറെ ആയിട്ട് ഫുട്ബോൾ കളിക്കണവരാ. ഞാൻ ആ ഒരു ടൈമില് ഫുട്ബോളിലോട്ട് എൻ്റർ ചെയ്ത ആളാ. അപ്പൊ ഇവരിങ്ങനെ നീ സെലക്ട് ആയി പറഞ്ഞപ്പോ ഞാനിങ്ങനെ എന്നെ തന്നെയാ മാറ്റി നിർത്തിയാണ് അവരോട് എന്നോട് ചോദിക്കി. അങ്ങനെ ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഇവര് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരോട് ഇന്ന ദിവസമാണ് സോണില് എന്തോ മാച്ച് എന്തോ വരാണ്. അപ്പൊ നിങ്ങളാണ് ഇങ്ങനെ ജില്ലാ ടീം ഇവിടെ നിന്ന് എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിട്ട് സ്റ്റേറ്റ് കളിക്കാൻ വേണ്ടി ടീം ഇതാണ്. ഞാൻ ഇങ്ങനെ അച്ഛനോട് മൂലക്ക് നിൽക്കാം. അച്ഛനോട് ഇങ്ങനെയോ ഞാനിങ്ങനെ ഇങ്ങനെ ഇവിടെ നീ കാണിക്കണേ. അച്ഛനെ റിജക്ട് ചെയ്ത് നിർത്തേക്കണ റിജക്ട് ചെയ്തിട്ട് ഇവിടെ നീക്കണം കാണിക്കണമെന്നാണ് അച്ഛൻ ചിന്തിച്ചേ. അതിന് ഞാൻ വന്നേ അച്ഛനോട് പറയാ സെലക്ട് ആയി സ്റ്റേറ്റ് കളിക്കാൻ. അച്ഛൻ നീ പന്ത് അതായത് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇവര് പന്തളി കാണുന്നവരല്ലേ പൊതുവെ. അവിടെ ബോയ്സിന്റെ സെലക്ഷൻ നടക്കണ്ട്, ഗേൾസിന്റെ സെലക്ഷൻ നടക്കണ്ട്. അപ്പൊ അച്ഛനോട് നീ പന്ത് വെക്കണം നിന്നെ സെലക്ട് അച്ഛനെ പുച്ഛോട് നിന്നൊക്കെ അങ്ങനെ
അപ്പൊ ഞാൻ അച്ഛൻ ശരിക്കും സെലക്ട് ആയിട്ടെന്ന് പറയണേ. അപ്പോഴാണ് ടീച്ചർ എന്ന് അച്ഛനോട് പറയണേ അവളെ സെലക്ട് ചെയ്തു ഇങ്ങനെ സ്റ്റേറ്റ് ഇടയ്ക്ക് ഇനി പോണെന്ന് പറയണം. അപ്പൊ എന്തോ സോണല് അപ്പൊ അച്ഛൻ ഇങ്ങനെ എന്നാലും എന്റെ പൊട്ടാ നീ ഇതെങ്ങനെ എടുത്തു? അതാണ് അച്ഛന്റെ റിയാക്ഷൻ. അത് ഇതുപോലെ സ്റ്റേറ്റ് കളിക്കാൻ നമ്മള് സോണം കളിക്കാൻ പോകുമ്പോ അച്ഛൻ വന്നിട്ടാണെങ്കിൽ തോന്നുന്നു. അപ്പൊ സ്റ്റേറ്റ് നമ്മൾ തിരുവനന്തപുരം കളിക്കാൻ കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇപ്പൊ എറണാകുളം ടീമിനോട് എനിക്ക് ആ ഒരു പോരായ്മ വന്നു വെച്ചാൽ ഞങ്ങള് കാണുന്നത് ഇപ്പോഴും മാച്ചസ് ആ ടൈമിലാണ് കാണാം. അതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു കോച്ചിങ് പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ടീമിലുള്ളവരെ ആരറിയില്ല. എന്റെ സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ രണ്ടുപേരും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ടീമിൽ ആ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം അറിയാം, വേറെ ആരെയും നമുക്കറിയില്ല. ഇപ്പൊ സോണിൽ കളിക്കാൻ പോയപ്പോഴാണ് ആകെ 2-3 പേരെ പരിചയപ്പെട്ടത്. പിന്നെ ഞാൻ അവിടെ തിരുവനന്തപുരം കളിക്കാൻ നിന്ന് കഴിഞ്ഞപ്പോ അതിങ്ങനെ പന്തൊക്കെ മാനത്തേക്കടെ വർക്കടൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള കളിക്കാൻ എന്നാലും അതുവരെ പോവാൻ പറ്റിയത്. അതെ അച്ഛനൊക്കെ ഇങ്ങനെ എന്നാലും ഈ സ്റ്റേറ്റ് അപ്പൊ സർട്ടിഫിക്കറ്റ് നോക്കിട്ട് ഇങ്ങനെ സ്റ്റേറ്റ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞ അനാഗ്രഹം ചെയ്തിട്ട്. അപ്പൊ ഞാനിങ്ങനെ മെയിൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സ്കൂളിൽ നിന്ന് സബ് ജില്ല പോലെ അല്ലല്ലോ. ഞാനിങ്ങനെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ കൊണ്ട് കാണിച്ചപ്പോ അച്ഛന് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴെന്നെ അച്ഛൻ പറയും നീ ഇങ്ങനെ സ്റ്റേറ്റ് ലെവൽ. എന്റെ വീട്ടില് മറ്റേ ട്രോഫീസ് ഒക്കെ അത്യാവശ്യം ഇങ്ങനെ സെൽഫിലേക്ക് ഇരിക്കാണ്. അപ്പൊ ഇങ്ങനെ ഡാൻസിന്റെ ഞാൻ ക്ലാസിക്കൽ പഠിച്ചൊരു കുട്ടിയാണ്, മത്സരത്തിനൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ ക്ലാസിക്കൽ അല്ലാത്ത ഡാൻസുകൾ ഇപ്പൊ നമ്മള് ബാക്കിയുള്ള മത്സരങ്ങളുടെ ഒക്കെ ആ ഒരു ട്രോഫീസ് ഒക്കെ ഇരിക്കുന്ന നടുക്ക് മാത്രം ഇങ്ങനെ സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ഇങ്ങനെ ഫോട്ടോയൊക്കെ വന്ന് കയറാനൊക്കെ സ്റ്റേറ്റ് പ്ലെയറാ അങ്ങനെയാണ് എന്നെ കണ്ടാലല്ലോ സ്റ്റേറ്റ് പ്ലെയർ ആണെന്നുള്ളത്. അനിയനാണെങ്കിൽ ഓക്കെ, അവന് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈ ജമ്പിന് ഫസ്റ്റ് എന്നൊക്കെ. എന്നാൽ ഇത്ര പൊക്കൊള്ള നീ ഇങ്ങനെ ഹൈ ജമ്പ് അടി ആ ഒരു ഇതാണ് എല്ലാതും. പക്ഷെ അതൊക്കെയാണ് എനിക്ക് സന്തോഷം സ്റ്റേറ്റിൽ പോയല്ലേ. അങ്ങനെ അപ്പൊ ഇനി നല്ലൊരു ഓഫർ വരുവാണെങ്കിൽ തന്നെ എന്താ പാട്ടും കൊണ്ടുപോവോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഫുട്ബോളായിട്ട് ചോദിച്ചാ ഇപ്പൊ എനിക്കെല്ലാം നോർമലാണ്, ഓക്കെയാണ്. എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന എന്തും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പെർഫോം ചെയ്യും. ഇപ്പൊ റാപ്പിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോ കറന്റില് അതാണ് ക്രേസ്. ഇങ്ങനെ പ്രത്യേകിച്ച് എമിനമിന് പാട്ട് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞാൽ നമ്മള് വിത്തൗട്ട് എമിനം സോങ്സ് ഒക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ കേൾക്കും, പക്ഷെ ഇത് ട്രൈ ചെയ്യണ ഒരു ഇതുണ്ടായില്ല. പക്ഷെ ഇപ്പഴാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ ഒരു പാട്ട് വന്നാൽ അത് പാടാനൊരു ആ ഒരു തറയില്ലേ, അതെനിക്കിപ്പോ നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ദ ബെസ്റ്റ് ചോയ്സ് റാപ്പിംഗ് അല്ലേ. സെറ്റാണ്, ഇതുവരെ സെറ്റാണ്. ഇതുവരെ അങ്ങോട്ട് സെറ്റ് ആയിരിക്കും. അഭിമാനിക്കാം. അപ്പൊ ക്യാൻ സ്റ്റോപ്പ് ദിസ് ഫീലിംഗ് എന്ന പാട്ട് നമുക്ക് ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ ഇത്രയും വൈബായിട്ട് നിൽക്കുവാണ്, ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ എന്തു പറയും? വീഡിയോ ഇറങ്ങുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇറങ്ങുമ്പോൾ ഇതിനേക്കാൾ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്താണ് ഞാൻ അമ്മ അടുത്ത് വാക്ക് പറഞ്ഞാണ് ഇതിന് ഞാൻ എന്തായാലും വരുമാനം ഉണ്ടാക്കും. മ്യൂസിക് വീഡിയോ നമ്മൾ ആക്ച്വലി കറന്റ് ഷൂട്ട് ചെയ്ത് എന്റെ സിസ്റ്റർ പാടിയത് പോർഷൻ. എന്റെ സിസ്റ്റർ പാട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ അവള് പാടിയ പോർഷനും ഞാനും കൂടിയുള്ളൊരു റാപ്പ് പരിപാടി സെറ്റ് ചെയ്യണം. അതിന് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി ഷൂട്ടാണ്. അപ്പൊ ഈ ഒരു വേൾഡ് കപ്പിന്റെ സോങ് ഇറങ്ങിയോണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാൻ. അപ്പൊ അത് ഞാൻ അതിന്റെ ഒരു നമ്മളെ വിട്ടുപോയ എല്ലാവർക്കും വേണ്ടി ഒരു ഇമോഷണൽ സോങ് പോലെ ഒരു സാധനം എഴുതിയതാണ്. ഞാനീ കാണും കടലൊഴുകുന്നൊരു തീരവുമായി ഒന്നിച്ചൊന്നായി അനിയത്ര വശന ദൂരെ ദൂരെ ഈറൻ മേഘം വിശറിപ്പോൾ വന്നൊരു മായക്കാറ്റായി തനിയെ പതിയെ ദൂരെ ദൂരെ കുരിരുട്ടിൽ നീ കണ്ടു ഭയച്ച ഒരു മൂങ്ങ പോലെ ലോകത്തിലേക്ക് അയച്ച ഒരു പ്രവാചകനെ പോലെ ഇവിടെ ഉദിച്ചു കയറി നിന്റെ കർമ്മ മുഴുവൻ നന്മ ചെയ്തു ഞാൻ പഠിച്ച പാഠം പലതും മറന്ന നിമിഷം അന്ധകാരം നിറഞ്ഞ സമയം പതിയെ പലതും കാഴ്ച വെക്കാം എന്ന ഉൾക്കരുത്തിൽ മുന്നേ വന്നുദിച്ചു നിന്റെ ഓർമ്മകൾ തലച്ചോർ പണ്ടേ തകർന്ന നിലയിൽ വിജനവരികൾ പൊട്ടിത്തെറിച്ചങ്ങ് കത്തി 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 ആളി കത്തുന്ന തീക്കനലായി കുതിച്ചു നിന്നു ഞാൻ ഇവടികൾ കഥന കഥകൾ പറഞ്ഞുകൊണ്ട് മേലെ മേലെ നീ താഴെ താഴെ ഞാൻ തിരികെ പറക്കെ പറക്കെ ഒറ്റപ്പെടുത്താതെ കൂട്ടുകുടുംബം പോലെ നമ്മൾ ദൂരെ ദൂരെ ചന്ദ്രമേഘമോഹ ജീവിതം കണ്ണടക്കും മുൻപ് കൺമറഞ്ഞു പോയവർക്ക് ഇതെന്തു ഭാഗ്യം ഞാൻ ചരമഗീതമെ കുറിച്ച കവിത ആരതുമില്ലാതെ ഒറ്റയ്ക്ക് ജീവനെ വെറുത്ത് സ്വയം നിരമ്പിൽ ഇരുമ്പ് ദൂരെ മറന്ന രൂപി പോലെ നിരപരാധികൾ നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഒരു ഇത് നമ്മളെ I wrote this song for the ones who left us, not here with us. Rest in peace to every single soul who lived there. For the ones who are struggling, fighting, searching for their peace of mind, keep your head up. This is a song coming for you. Arubi. അങ്ങനെ ഒരു സെക്രട്ടറി നീ തമിഴ് சொல்லട്ടെ. അങ്ങനെ വേണേ ഗോഡ്സിനെ നോക്കാം. ഒരു 2 വരി പാടിക്കോ.
അയ്യോ അതിന്റെ ലിറിക്സ് വേറൊരു പാട്ട് happy, happy, അതല്ല നമുക്ക് തുടക്കത്തെ I can swallow a bottle, I can അതന്നെ I can swallow a bottle, till I got you, back the tick like a condom. അതൊക്കെ അറിയോ ഞാൻ വിത്തോട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഭയങ്കര അയ്യോ വിത്തോട്ട് ഞാൻ പാടും വിത്തോട് മീ ഞാൻ മറന്നു ലിറിക്സ് വിളിക്കുമ്പോഴും അയ്യോ അത് താനെ അറിയോ ഇല്ല താനെ പഠിച്ചിട്ടില്ല വേറൊരു പാട്ടില്ലേ അത് നിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നേ എന്താ ആ പാട്ട് അത് പാടി ഓ പഠിക്കാം എല്ലാവർക്കും ആവശ്യം അത് പഠിക്കാം Like a nuclear bomb. അത് ഞാൻ പറയാം നീ പറഞ്ഞു Like a nuclear bomb. Rapping a bit of my feet, rapping a bit of my feet, rapping a bit of my feet, rapping a bit of my tell to me now. Tell to the boss, tell to the girls, tell to the woman, and tell to the man, tell to the pension, tell to the end to the version. അപ്പോ ഇന്ന് നമ്മള് എവിന്റെയും അതുപോലെ അനാമികയുടെയും ആ ഒരു വലിയ ജേണിയുടെ കഥ ഇവിടെ അറിഞ്ഞു. അതുപോലെ തന്നെ ഇനി ഒരുപാട് നല്ല വിവരങ്ങൾ കേൾക്കാൻ സാധിക്കട്ടെ, ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടട്ടെ. ഇനി ഈ ഒരു ഇന്റർവ്യൂ കേരള ഫുട്ബോൾ അസോസിയേഷനോ അതോ കേരള കായിക വകുപ്പോ ഇത് കാണുകയാണെങ്കിൽ ഇവരെന്തായാലും സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാവരും ഇവർക്ക് കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. Let's wind up the interview. This is Hridya and AJ Megamind with Anamika.